നമുക്കിവിടെ അറേഞ്ച്മെന്റ് ആണ് ഹൈറ്റിന്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇവിടുന്ന് ലെഫ്റ്റിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ആള് അവിടുന്ന് അങ്ങോട്ട് ഹൈറ്റ് കുറയുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 6 ഫ്രണ്ട്സ് ഉണ്ട്, ABCDEF. അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ only 3 persons are shorter than E. ഈനെക്കാട്ടും ഷോർട്ടർ ആയിട്ട് 4 പേരേ ഉള്ളൂ പറഞ്ഞാൽ ഈ എത്രാമത്തെ പൊസിഷനിലായിരിക്കും? 4ാമത്തെ പൊസിഷനിലായിരിക്കും. ദാ ഇവിടെ E വരും, എങ്കിൽ മാത്രമേ Eയിൽ ഷോർട്ടർ ആയിട്ട് 3 പേരുണ്ടാവുള്ളൂ. അടുത്തത് B is taller than E but shorter than C. B എന്താണ്? ഈനെക്കാട്ടും ടോളർ ആണ്, പക്ഷേ സീനെക്കാട്ടിലും എന്താണ്? ഷോർട്ടർ ആണ്. അപ്പൊ ഇവിടെ വരും B. ദാ B ഇവിടെ വന്നു. ബിനെക്കാട്ടും ടോളർ ആയിട്ട് ആരുണ്ട്? C ഉണ്ട്. അടുത്തത് D is not the shortest. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആരാവരുത്? D ആവരുത്. ഓക്കെ. അടുത്തത് A is taller than D. A എന്താവണം? Dനെക്കാട്ടിലും ടോളർ ആവണം. അപ്പൊ എന്തായാലും D ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ എന്ത് പറ്റും? A കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ D ഇവിടെ വരും, A ഇവിടെ വരും. ബാലൻസ് വരുന്ന ഒരാളുണ്ടല്ലോ, ആരാണ്? F എന്താണ്? ഏറ്റവും ഷോർട്ടർ ആയിട്ടുള്ള ആളായിരിക്കും. എന്നിട്ട് നോക്കാം. ഹൈറ്റ് ഓഫ് സെക്കൻഡ് ടാളസ്റ്റ് പേഴ്സൺ ഈസ് 65 സെന്റിമീറ്റർ. സെക്കൻഡ് ടാളസ്റ്റ് പേഴ്സൺ ആരാ? B ആണ്. ബിന്റെ ഹൈറ്റ് എത്രയാണ്? 65 ആണ്. ആൻഡ് തേർഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ ഈസ് 55. തേർഡ് ഷോർട്ടസ്റ്റ് പേഴ്സൺ അതാരാണ്? ഏറ്റവും ഷോർട്ടസ്റ്റ് F, സെക്കൻഡ് D, തേർഡ് A. എന്റെ ഹൈറ്റ് എത്രയാണ്? 55. ഇതാണ് നമ്മൾ അറേഞ്ച്മെന്റ്. ഇനി ഇത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. Who among the following person is the second shortest? സെക്കൻഡ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആള് ഏതാണ്? നമുക്കറിയാം. നോക്കുക, ആരാണ്? F ഏറ്റവും ഷോർട്ടസ്റ്റ് ആണ്, D ആണ് എന്ത്? സെക്കൻഡ് ഷോർട്ടസ്റ്റ്. സോ നമ്മൾ ആൻസർ എന്താണ്? D. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് മേ ബി ദ പോസിബിൾ ഹൈറ്റ് ഓഫ് E? ഈയുടെ പോസിബിൾ ആയിട്ടുള്ള ഹൈറ്റ് ഏതൊക്കെയാണ്? അപ്പൊ ഓപ്ഷൻ നോക്കൂ. 75, 80, 45, 60. നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഈയുടെ ഹൈറ്റ് എന്താണ്? 55ന്റെയും 65ന്റെയും ഇടയിലായിരിക്കും. അങ്ങനെ ഓപ്ഷൻ ഏതാണുള്ളത്? ഓപ്ഷൻ D, 60 അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? 60 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ.